രാഷ്ട്രീയത്തിൽ അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് നാട്ടികയിലെ സിറ്റിംഗ് MLA ആയിരുന്ന CC മുകുന്ദന്റെ നീക്കം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പതാക ഉയർത്തി വിജയിച്ച ഒരു ജനപ്രതിനിധി സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടതോടെ പാർട്ടി വിട്ട് ഒടുവിൽ BJPയുടെ വാതിൽ തട്ടിയിരിക്കുന്നതായാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്. പാർട്ടിയുടെ പിന്തുണയോടെയും പ്രവർത്തകരുടെ പരിശ്രമങ്ങളോടെയും നിയമസഭയിലെത്തിയ മുകുന്ദൻ രണ്ടാമത് മത്സരിക്കാൻ അവസരം ലഭിക്കാത്തതോടെ പാർട്ടിക്കെതിരെ പരസ്യ വിമർശനങ്ങളുമായി രംഗത്തെത്തി. നാട്ടികയിൽ മുൻ MLA ആയ ഗീതാ ഗോപിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള പാർട്ടി തീരുമാനം പുറത്തു വന്നതോടെയാണ് മുകുന്ദൻ കടുത്ത ആരോപണങ്ങളുമായി രംഗത്ത് വന്നത്. സീറ്റ് പണം നൽകി നേടിയതാണെന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത്തരം ആരോപണങ്ങളും അച്ചടക്ക ലംഘനങ്ങളും കണക്കിലെടുത്ത് പാർട്ടി നടപടിയെടുത്തതോടെ CPI മുകുന്ദനെ പുറത്താക്കി. അതിനിടെ കോൺഗ്രസിൽ ചേർന്ന് UDF പിന്തുണയോടെ മത്സരിക്കാൻ മുകുന്ദൻ ശ്രമിച്ചെങ്കിലും നാട്ടികയിൽ തന്നെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വത്തിൽ നിന്ന് ശക്തമായ എതിർപ്പാണ് ഉയർന്നത്. CPIയിൽ നിന്ന് പുറത്തായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടാണ് പ്രാദേശിക നേതാക്കൾ സ്വീകരിച്ചത്. ഇതോടെ കോൺഗ്രസിലെ പ്രവേശന ശ്രമവും ചീറ്റിപ്പോയി. അവിടെയും സ്വീകരണം ലഭിക്കാതായതോടെയാണ് മുകുന്ദൻ ഒടുവിൽ BJPയുടെ വാതിൽ മുട്ടിയത്. തൃശൂരിലെ BJP ജില്ലാ ആസ്ഥാനമായ നമോ ഭവനിലെത്തിയാണ് അദ്ദേഹം പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. BJP നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ നീക്കം. നാട്ടികയിൽ BJP സ്ഥാനാർത്ഥിയായി തന്നെ മത്സരിക്കുമെന്ന സൂചനകളും ഇതിനോടകം പുറത്തു വരുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതാകയിൽ വിജയിച്ച ഒരാൾ വ്യക്തിപരമായ രാഷ്ട്രീയ ആഗ്രഹങ്ങൾ നടപ്പാകാതെ വന്നതോടെ പാർട്ടിയെ കുറ്റപ്പെടുത്തി മറ്റൊരു രാഷ്ട്രീയ പാളയത്തിലേക്ക് മാറിയതിനെ പലരും അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമായി വിലയിരുത്തുകയാണ്. പ്രവർത്തകരുടെ പിന്തുണയും പാർട്ടിയുടെ വിശ്വാസവും കൊണ്ടാണ് ഒരാൾ ജനപ്രതിനിധിയാകുന്നതെന്ന അടിസ്ഥാന സത്യം മറന്ന് വ്യക്തിപരമായ സ്ഥാനമോഹം മുൻനിർത്തിയെടുത്ത ഈ തീരുമാനം രാഷ്ട്രീയ നൈതികതയെ ചോദ്യം ചെയ്യുന്നതാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. നാട്ടികയിൽ വർഷങ്ങളായി പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുടെ പരിശ്രമ ഫലമായാണ് പാർട്ടിക്ക് ശക്തമായ അടിത്തറ രൂപപ്പെട്ടത്. ആ അടിത്തറയുടെ ബലത്തിലാണ് മുകുന്ദൻ നിയമസഭയിൽ എത്തിയതെന്നും ഇപ്പോൾ അതേ പാർട്ടിയെ തന്നെ ലക്ഷ്യം വെച്ച് ആരോപണങ്ങൾ ഉയർത്തുന്നതിലൂടെ അദ്ദേഹം തന്റെ രാഷ്ട്രീയ യാത്രയുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവന്നുമെന്നുമാണ് ഇടതുപക്ഷ വൃത്തങ്ങൾ പറയുന്നത്. ഒടുവിൽ പാർട്ടി മാറിയാലും ജനങ്ങളുടെ വിശ്വാസം മാറുമോ എന്നതാണ് നാട്ടികയിലെ രാഷ്ട്രീയത്തിൽ ഉയരുന്ന പ്രധാന ചോദ്യം. വ്യക്തിപരമായ രാഷ്ട്രീയ നീക്കങ്ങൾ കൊണ്ട് ഒരു പ്രദേശത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റാനാവില്ലെന്നും ജനങ്ങളുടെ വിധിയാണ് അതിന്റെ അവസാന വാക്കെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രാദേശിക നേതൃത്വവുമായി അകൽച്ചയിലാണെന്നും കമ്മിറ്റികളിൽ പങ്കെടുക്കാറില്ലെന്നുമുള്ള പരാതിയാണ് മുകുന്ദനെതിരെ താഴെ നിന്ന് ഉയർന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 28,431 വോട്ടിനാണ് CC മുകുന്ദൻ കോൺഗ്രസിലെ സുനിൽ ലാലൂരിനെ തോൽപ്പിച്ചത്. BJPക്ക് കഴിഞ്ഞ തവണ ലഭിച്ചത് 33,716 വോട്ടാണ്. CPI വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിഞ്ഞാൽ വിജയിക്കാൻ കഴിയുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. അതേസമയം വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവരെ പരിഗണിക്കാതെ ചാടിയോടി വരുന്നവർക്ക് റെഡ് കാർപ്പറ്റ് വിരിക്കുന്ന BJPയുടെ നടപടിക്കെതിരെ പ്രാദേശിക നേതാക്കൾക്കിടയിൽ അതൃപ്തിയുണ്ട്. നാട്ടികയിൽ വർഷങ്ങളായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് ശക്തമായ അടിത്തറയുണ്ടാക്കിയത്. ആ അടിത്തറയുടെ ബലത്തിലാണ് മുകുന്ദൻ നിയമസഭയിലെത്തിയത്. എന്നാൽ ഇന്ന് അതേ പാർട്ടിയെ തന്നെ ലക്ഷ്യം വെച്ച് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രീയ പാളയം മാറിയതിലൂടെ മുകുന്ദന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നുവെന്നതാണ് ഇടതുപക്ഷ പ്രവർത്തകരുടെ പ്രതികരണം. അതേസമയം ആശയങ്ങളും നയങ്ങളും വിട്ട് വ്യക്തിപരമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി പാളയം മാറുന്നവരെ സ്വാഗതം ചെയ്യുന്നതിലൂടെ BJP കേരളത്തിലെ രാഷ്ട്രീയത്തിൽ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പാർട്ടിയോട് വിശ്വാസം നഷ്ടപ്പെട്ടവരെ ചേർക്കുന്ന രാഷ്ട്രീയമാണ് BJP തുടരുന്നതെന്ന വിമർശനവും ശക്തമാണ്.